ഹേ ഗായ്സ്, എല്ലാവർക്കും ഡെവഡോജോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മൊഡ്യൂൾ 1-ൻ്റെ പാർട്ട് 1 വീഡിയോ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ജാവേൻ്റെ ഒരു ഓവർവ്യൂ, എങ്ങനെയാണ് ജാവ വർക്ക് ചെയ്യുന്നത്, പിന്നെ ടൈപ്സ് ഓഫ് ജാവ എന്തെല്ലാമാണ് അതെല്ലാം നോക്കിയിട്ട് വരാം. പിന്നെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം KTU സ്പെസിഫിക് ആയിട്ട് നോക്കുന്ന സമയത്ത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ജാവ വാസ് ഡെവലപ്ഡ് ബൈ ജെയിംസ് ഗോസ്ലിംഗ്. ഓക്കെ, ജെയിംസ് ഗോസ്ലിംഗ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത് ഇൻ 1991. പൈത്തണും 1991 തന്നെയാണ് ഡെവലപ്പ് ചെയ്തത്. അത് ഗ്രൂയിഡ് വെൻ റോസമാണ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ഇതൊന്നും ആരും ചോദിക്കൊന്നും ചെയ്യില്ല, അതുകൊണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇനി പൈത്തണിൻ്റെ ജസ്റ്റ് ഒരു വർക്കിംഗ് സ്ട്രക്ചറാണിത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു നമ്മളെ PC എന്ന് പറയുന്നത് ഒരു മെയിൻ ആയിട്ടുള്ള കോമ്പോണൻറ്റ് CPU ആണല്ലോ. അപ്പോൾ CPUവിൽ നമുക്കൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും. അതായത് പ്രൊസസ്സറിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മുകളിലാണ് നമ്മളെ JVM ഉള്ളത്. ആ JVM-ൽ ആണ് നമ്മളെ പ്രോഗ്രാംസ് എല്ലാം കമ്പൈൽ ചെയ്യൽ. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാംസ് നമ്മൾ എന്ത് ചെയ്യും, എഴുതിയിട്ട് കമ്പൈൽ ചെയ്യുന്നത് JVM-ലായിരിക്കും. ജാവ വെർച്വൽ മെഷീൻ, അതാണ് JVM-ൻ്റെ ഫുൾ ഫോം. അപ്പോൾ ആ JVM ആയിരിക്കും ഈ കമ്പൈലേഷനും മറ്റേതിനെല്ലാം കാര്യത്തിനെല്ലാം റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ എക്സാക്ട്ലി ഇതാണ് പറയുന്നത്. ആദ്യം ഒരു സോഴ്സ് കോഡ് ഉണ്ടാവും. ആ സോഴ്സ് കോഡ് എന്ന് പറയുന്നത് .java ഫയലായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് കമ്പൈൽ ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, JavaC എന്ന് വെച്ചിട്ടാണല്ലോ കമ്പൈൽ ചെയ്യൽ. JavaC ഫയൽ നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് കമ്പൈൽ ആവും. അപ്പോൾ കമ്പൈൽ ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് ഒരു .class ഫയലായിരിക്കും. ആ .class ഫയൽ എന്താണ്, ഒരു ബൈറ്റ് കോഡാണ്. അപ്പോൾ ആ ബൈറ്റ് കോഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സാക്ട്ലി റൺ ചെയ്യുന്നത്. എന്ത് ചെയ്തു, സോഴ്സ് കോഡ് ഉണ്ട്, സോഴ്സ് കോഡ് കമ്പൈലറിൽ ഇട്ടു, കമ്പൈലറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ബൈറ്റ് കോഡ് ഉണ്ടാവും. ആ ബൈറ്റ് കോഡ് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പം ഞാൻ ലിനക്സ് യൂസ് ചെയ്യുന്നു, നിങ്ങൾ മാക് യൂസ് ചെയ്യുന്നു, വേറൊരാൾ വിൻഡോസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ കുറേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ ഞാൻ ഒരു കോഡ് എഴുതി കഴിഞ്ഞാൽ അത് ഞാൻ ലിനക്സിന് വേറെ എഴുതണം, മറ്റേ വിൻഡോസിന് വേറെ എഴുതണം, ഏതായിരുന്നു മാക്കിന് വേറെ എഴുതണം എന്ന് നിർബന്ധമില്ല. എന്ത് ചെയ്യാം, ഞാൻ എഴുതിയ കോഡ് ഒരു അതായത് JVM-ൻ്റെ കൺസെപ്റ്റ് ആദ്യം പറഞ്ഞുതരാം. JVM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, JVM ആണ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ്. അതായത് ലിനക്സിനൊരു JVM ഉണ്ട്, വിൻഡോസിനൊരു JVM ഉണ്ട്, മാക്കിനൊരു JVM ഉണ്ട്. അപ്പോൾ ഞാൻ എഴുതിയ ഈ ബൈറ്റ് കോഡ് എന്ത് ചെയ്യും, ലിനക്സിൻ്റെ JVM-ൽ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ വർക്കാവും. പിന്നെ വിൻഡോസിൽ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോസിൽ വർക്കാവും, മാക്കിൽ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ മാക്കിൽ വർക്ക് ചെയ്യും. പക്ഷേ C, പൈത്തൺ ഇങ്ങനത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ എന്താ, നമ്മൾ ഇത് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ആ ബൈറ്റ് കോഡ് ആ സിസ്റ്റത്തിൽ മാത്രമേ വർക്ക് ചെയ്യും. സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, നമ്മൾ ഈ കോഡ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന് നമുക്ക് ആ ഒരു ചിന്ത വരും. പക്ഷെ അതങ്ങനെയല്ല. അതായത് ഈ ബൈറ്റ് കോഡ് ഫയൽ, അത് ഈ .class ഫയൽ നമ്മൾ ജനറേറ്റ് ചെയ്ത സാധനം ആ സിസ്റ്റത്തിൽ, അതായത് ഏതാണോ ആ പ്ലാറ്റ്ഫോമിൽ മാത്രമേ വർക്ക് ചെയ്യൂ. പക്ഷേ ഇവിടെ നമുക്ക് JVM ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും അതിൻ്റേതായ JVM ഉണ്ടായതുകൊണ്ട് ഈ .class ഫയൽ നമുക്ക് ആ JVM-ൽ കമ്പൈൽ ചെയ്യാം. അതുകൊണ്ട് ഞാനൊരു .class ഫയൽ ജനറേറ്റ് ചെയ്താൽ, അതായത് ഒരു ബൈറ്റ് കോഡ് കമ്പൈൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏതൊരു JVM-ലും അത് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് പറയുന്നത്. അതായത് JVM വേഴ്സസ് JRE വേഴ്സസ് JDK. അതിൽ JRE എന്ന് പറഞ്ഞാൽ ജാവ റൺ ടൈം എൻവയോൺമെൻറ്റ്. ഈ എൻവയോൺമെൻറ്റിലായിരിക്കും നമ്മൾ ജാവ വെർച്വൽ മെഷീൻസും പിന്നെ അത് ബാക്കിയുള്ള കമ്പൈൽഡ് ക്ലാസ്സസ് ആയാലും ലൈബ്രറീസ് ആയാലും എല്ലാം മൊഡ്യൂൾസ് ആയാലും എല്ലാം ഈ റൺ ടൈം എൻവയോൺമെൻറ്റിലായിരിക്കും ഉണ്ടാവില്ല. അപ്പോൾ ഈ JVM എന്ന് പറയുന്നത് നമ്മൾ കമ്പൈലേഷൻ യൂസ് ചെയ്യുന്നു. JVM ഈ കമ്പൈൽഡ് ക്ലാസ്സസും ലൈബ്രറീസ് എല്ലാം കൂടെ നമുക്ക് ഒരു ജാവ റൺ ടൈം എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി JDK, ജാവ ഡെവലപ്മെൻറ്റ് ടൂൾ കിറ്റ്, അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ഈ ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യൂലേ. അതായത് കുറേ ഫ്രെയിം വർക്ക്സ് ഉണ്ട്, സ്പ്രിംഗ് ബൂട്ട്, സ്പ്രിങ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള കുറേ ജാവ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഫ്രെയിം വർക്ക്സ് ഉണ്ട്. അപ്പോൾ ആ ഫ്രെയിം വർക്ക്സിന് പറ്റിയ കുറേ ലൈബ്രറീസ് ഉണ്ട്, ലാംബോക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ലൈബ്രറീസ് ഉണ്ട്. അപ്പോൾ അതിനെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അങ്ങനത്തെ ഡെവലപ്മെൻറ്റ്സിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ പാക്കേജസും അതിലുള്ള ഒരു മൊഡ്യൂളാണ് ഈ JDK എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കണ്ട, ഈ ജാവ റൺ ടൈം എൻവയോൺമെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതാണ് ഈ JVM-ഉം
ഈ ലൈബ്രറീസും കമ്പൈൽഡ് ക്ലാസ്സസ് എല്ലാം. അപ്പോൾ ഈ JDK എന്ന് പറയുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം വേണം? JVM വേണം, ഈ കമ്പൈൽഡ് ക്ലാസ്സസ് ആയാലും അത് വേണം, പിന്നെ അത് ഡെവലപ്പ് ചെയ്യാനുള്ള ടൂൾസ് വേണം, കമ്പൈലേഴ്സ്, ഡീബഗേഴ്സ് വേണം. അതെല്ലാം JDK നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഒരു JDK നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് എല്ലാം ഓവറോൾ ആയിട്ടുള്ള എല്ലാ കമ്പൈൻഡ് പാക്കേജസ് ആയിട്ടായിരിക്കും നമുക്കിത് കിട്ടല്. ഓക്കെ JDK നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ ഒന്ന് ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത്. JDK, the Java Development Kit is a software development environment used for developing Java applications. It includes the Java environment, interpreter, compiler, archive, document generator, other tools needed for Java development. അതായത് ഓവറോൾ ആയിട്ട് ഇതാന്ന് പറയാനുള്ളത്, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാവേൻ്റെ എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമുണ്ടോ അതെല്ലാം ജാവ ഡെവലപ്മെൻറ്റ് കിറ്റിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി JRE ഇറ്റ്സ് ആൻ ഇൻസ്റ്റാളേഷൻ പാക്കേജ് വിച്ച് പ്രൊവൈഡ്സ് എൻവയോൺമെൻറ്റ് ടു ഓൺലി റൺ ദ ജാവ പ്രോഗ്രാം ഓൺ ടു യുവർ മെഷീൻ. ഓക്കെ, JRE is only used by them who only wants to run the Java programs and users, that is end users of your system. The JDK along with the Java virtual machine and JRE can be used by developers to program and run Java application. അതായത് ഈ ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് JRE എന്ന് പറയുന്നത്. അതായത് ഈ JDK എന്ന് പറയുന്നത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതും, ആ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ സാധനം കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു എൻവയോൺമെന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് JRE. JREൻ്റെ അകത്ത് നമുക്ക് എൻവയോൺമെന്റ് ഓരോരു, അതായത് ഈ ഒരു എൻവയോൺമെന്റിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഫയൽസ് നമുക്ക് ആവശ്യമുണ്ട്. അതായത് ആ ഒരു എൻവയോൺമെന്റിലുള്ള ലൈബ്രറീസ് ആയിരിക്കില്ല വേറൊരു എൻവയോൺമെന്റിൽ ഉണ്ടാവില്ല. അപ്പോൾ അതിലത്തെ ആ ഫയൽസും പിന്നെ JVM അതെല്ലാം യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യല്, ഈ ഫയൽസ് എല്ലാം കമ്പൈൽ ചെയ്യും. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട്, ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് JDKയും ആ ഡെവലപ്പ് ചെയ്യുന്ന സ്പേസിനെ JRE എന്നും, ആ എൻവയോൺമെൻറ്റിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് കമ്പൈൽ ചെയ്യുന്ന സ്ഥലത്തിന് JVM എന്നും പറയും. ഓക്കെ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ സോഴ്സ് കോഡ് ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യും, JDK വഴി, അതായത് ജാവ ഡെവലപ്മെൻറ്റ് കിറ്റ് വെച്ചിട്ട് ഏതാണോ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ട അങ്ങനെ ഡെവലപ്പ് ചെയ്തു. എന്നിട്ട് ആ സോഴ്സ് കോഡ് ജാവ കമ്പൈലറിലിട്ട് കമ്പൈൽ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കൊരു ബൈറ്റ് കോഡ് കിട്ടി. ആ ബൈറ്റ് കോഡ് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ JVMൽ, അതായത് JVM എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഹാർഡ്വെയറിന്, അതായത് ക്രോസ് പ്ലാറ്റ്ഫോമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് വിൻഡോസിന് വേറെ, ലിനക്സിന് വേറെ, അതുപോലെ ഒരു ഹാർഡ്വെയർ പ്ലാറ്റ്ഫോം ഉണ്ടാവും. ആ ഹാർഡ്വെയർ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലായിരിക്കും എന്തുണ്ടാവില്ല, നമ്മളെ JVM ഉണ്ടാവില്ല. അപ്പോൾ ആ JVMൽ ഞാൻ എന്ത് ചെയ്യും, ഈ ബൈറ്റ് കോഡ് കമ്പൈൽ ചെയ്യും. അപ്പോൾ ഈ ബൈറ്റ് കോഡ് കമ്പൈൽ ചെയ്തിട്ടാകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇൻ ടൈം എന്ന് വെച്ചാൽ ആ JVMൽ കമ്പൈലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കമ്പൈൽ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളെ എന്ത് ചെയ്യും, കമ്പൈൽ ചെയ്തിട്ട് നമുക്കൊരു റിസൾട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഈ റിസൾട്ട് കിട്ടുന്നത്, ഇതെല്ലാം നടക്കുന്നത് എന്താണ്, നമ്മൾ ജാവ റൺ ടൈം എൻവയോൺമെൻറ്റിലാണ് ഇത് നടക്കുന്നത്. ഓക്കെ, ഈ ഓവറോൾ പ്രോസസ്സ് നടക്കുന്നത് JREയിലായിരിക്കും. ഓക്കെ, അടുത്തത് ജാവ പ്രോഗ്രാമിംഗ് എൻവയോൺമെൻറ്റ്. ജാവ ഈസ് എ കൺകറൻറ്റ് ക്ലാസ് ബേസ്ഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആൻഡ് റൺ ടൈം എൻവയോൺമെൻറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് API സ്പെസിഫിക്കേഷൻ, എ വെർച്വൽ മെഷീൻ സ്പെസിഫിക്കേഷൻ. അതായത് ജാവ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറേ, ജാവ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നമുക്കിതിന് വെച്ചിട്ട് വേണമെങ്കിൽ ഒരു API ഡെവലപ്പ് ചെയ്യാം. പിന്നെ ഒരു വെർച്വൽ മെഷീൻ സ്പെസിഫിക്കേഷൻ ലെവലിൽ നമുക്ക് വേണമെങ്കിൽ ഇത് പ്ലേസ് ചെയ്യാം. പിന്നെ ജാവ ഡെവലപ്മെൻറ്റ് പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് 4 ടൈപ്പാണുള്ളത് മെയിനായിട്ട്. അതായത് SE എഡിഷൻ, EE എഡിഷൻ, ME എഡിഷൻ ആൻഡ് FX എഡിഷൻ, മൈക്രോ എഡിഷൻ, എൻ്റർപ്രൈസ് എഡിഷൻ, സ്റ്റാൻഡേർഡ് എഡിഷൻ ആൻഡ് FX എഡിഷൻ. അപ്പോൾ നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. അതായത് ഡെവലപ്മെൻറ്റ് പ്ലാറ്റ്ഫോംസ് 4 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിൽ ഓൾ ജാവ പ്ലാറ്റ്ഫോം കൺസിസ്റ്റ് ഓഫ് ജാവ വെർച്വൽ മെഷീൻ ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ്. അതായത് എല്ലാ പ്ലാറ്റ്ഫോമിലും JVM ഉണ്ടാവും, API ഉണ്ടാവും. ഓക്കെ, ജാവ വെർച്വൽ മെഷീൻ ഈസ് എ പ്രോഗ്രാം ഫോർ എ പെർട്ടിക്കുലർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ദാറ്റ് റൺസ് ജാവ ടെക്നോളജി ആപ്ലിക്കേഷൻ. അതായത് JVM എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ്. അതായത് ഒരു സ്പെസിഫിക് ഹാർഡ്വെയറിന് ടാർഗറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ JVM. ഓക്കെ, an API is a collection of software components that
you can use to create other software components or application. അതായത് ഞാനിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഞാനൊരു പാർട്ട് ഓഫ് എ സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തു. അതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വെതർ API, വെതർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ നമുക്കറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ ആ വെതർ എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ചില ആപ്പിൽ വെതർ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും, ചില ആപ്പിൽ അത് കുറച്ചും കൂടി മോഡിഫൈ ചെയ്തിട്ട് എന്തെല്ലോ കുറേ ഫോർകാസ്റ്റിങ്ങോ അതെല്ലാം കാണിക്കലുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഇവർ സ്വന്തമായിട്ട് സാറ്റലൈറ്റ് വിട്ട് അവിടുന്ന് ഡാറ്റ കളക്ട് ചെയ്തിട്ട് അങ്ങനെയല്ല. അതായത് അപ്പോൾ ആ സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഡാറ്റാസ് വെച്ചിട്ട് ഒരു API ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മളെ ആപ്പ് എന്ത് ചെയ്യും, ആ ആപ്പിൽ ആ API കോൾ ചെയ്യും. അപ്പോൾ API കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഉള്ള വെതർ ഫോർകാസ്റ്റിങ്ങിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ലേ, അതാണ് API. ഇപ്പം ഞാനൊരു പ്രോഗ്രാം എഴുതി, ആ പ്രോഗ്രാം എനിക്ക് ഒരു API സർവീസാക്കി മാറ്റാം. അപ്പോൾ എന്ത് ചെയ്യും, ആൾക്കാർക്ക് എൻ്റെ ഈ പ്രോഗ്രാം API വഴി ഫെച്ച് ചെയ്യാം. അതാണ് API. ഓക്കെ. Each Java platform provides a virtual machine and an API, and this allows application written for the platform to run on any compatible system with all advantages of Java programming languages. Platform independence, power, stability, ease of development and security. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രോസ് പ്ലാറ്റ്ഫോമാണ്. ഇതുണ്ടായതുകൊണ്ട് തന്നെ മെയിനായിട്ട് നമുക്ക് ക്രോസ് പ്ലാറ്റ്ഫോമായിട്ട് എല്ലാ ഇതിലും യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ സ്റ്റെബിലിറ്റിയും സെക്യൂരിറ്റിയും JVM ഉണ്ടായതുകൊണ്ട് തന്നെ ഭയങ്കരമായി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി നമുക്ക് എഡിഷനിലേക്ക് വരാം. ആദ്യത്തെ സ്റ്റാൻഡേർഡ് എഡിഷൻ. ഓക്കെ. Java SE API provides the core functionality of Java programming language. It defines everything from basic types of objects of Java programming language to high-level classes that are used for networking, security, database access, graphical user interface, that is GUI, and XML parsing. In addition to the core API, the Java SE platform consists of virtual machine development tools, deployment technologies, and other classes, libraries, and toolkits commonly used in Java technological application. അതായത് SE എഡിഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് എഡിഷൻ ആണ്. അതിലുള്ള അതായത് ഈ സ്റ്റാൻഡേർഡ് എഡിഷനിൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും, കമ്പൈലർ ആയാലും XML പാസിംഗ് ആയാലും സ്വിങ് ഫോർ GUI ഡെവലപ്മെൻറ്റ്, എല്ലാ സംഭവങ്ങളും ഒരു ജാവക്ക് വേണ്ടുന്ന അതായത് ജാവ പ്രോഗ്രാം നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ സ്റ്റാൻഡേർഡ് എഡിഷനിൽ ഉണ്ടാവും. അതിൽ ഒബ്ജക്റ്റ് എന്താണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും, ക്ലാസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഇൻ്റർഫേസസ് ഉണ്ടാവും, എല്ലാം XML പാർസിങ്, GUI ഡെവലപ്മെൻറ്റ് എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ടാവും. അതെല്ലാം പിന്നെ കുറേ ലൈബ്രറീസും ടൂൾ കിറ്റ്സും അതെല്ലാം കുറേ APIs, പ്രീ ഡിഫൈൻഡ് APIs എല്ലാം സ്റ്റാൻഡേർഡ് എഡിഷനിൽ നമുക്ക് കിട്ടും. ഓക്കെ. അടുത്ത എൻ്റർപ്രൈസ് എഡിഷൻ. എൻ്റർപ്രൈസ് എഡിഷൻ എന്ന് പറയുന്നത് ഒരു നേരത്തെ പറഞ്ഞല്ലോ ജാവ SE എഡിഷൻ, സ്റ്റാൻഡേർഡ് എഡിഷൻ എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ടോപ്പിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു എഡിഷനാണ് എൻ്റർപ്രൈസ് എഡിഷൻ എന്ന് പറയുന്നത്. The Java Enterprise Edition platform provides an API and runtime scalable runtime environment for developing and running large-scale multi-tiered, scalable, reliable, and secure network application. അതായത് സ്റ്റാൻഡേർഡ് എഡിഷനേക്കാൾ കുറച്ചും കൂടെ സ്കെയിലബിളും റിലയബിളും കുറച്ചും കൂടി സെക്യൂരിറ്റി കൂടുതലാണ് ഈ എൻ്റർപ്രൈസ് എഡിഷനിൽ. അപ്പോൾ നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് കുറച്ചും കൂടി സ്കെയിലബിൾ ആണ്, റിലയബിൾ ആണ്. എന്തുകൊണ്ട് റിലയബിൾ ആണ്, എന്തുകൊണ്ട് മറ്റേത് റിലയബിൾ അല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു എഡിഷൻ ഇംപ്ലിമെൻ്റ് ചെയ്തത് അല്ലെങ്കിൽ കൊണ്ടുവന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ എഴുതി വിടുക. ഓക്കെ. അടുത്തത് മൈക്രോ എഡിഷൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഫോണിന് വേണ്ടിയിട്ട്, അതായത് ഫോണിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈക്രോ എഡിഷൻ ഉണ്ടാകുന്നത്. മൈക്രോ എഡിഷനിൽ എല്ലാ ജാവേൻ്റെ ഒബ്ജക്റ്റ് എന്താണ്, ക്ലാസ് എന്താണ്, ഇൻ്റർഫേസ് എന്താണ് എല്ലാം ഡിഫൈൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും. പിന്നെ അതിലുള്ള കുറേ APIs സ്റ്റാൻഡേർഡ് എഡിഷനിലുള്ള എല്ലാ കുറേ കാര്യങ്ങളും ഇതിലുണ്ടാവും. ഓക്കെ. അടുത്ത FX എഡിഷൻ. Java FX technology is a platform for creating rich internet application written in Java FX script. അതായത് ജാവ FX എന്ന് പറയുന്നത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് വെച്ചാൽ വെബ് ആപ്ലിക്കേഷൻസ് എല്ലാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ സ്ക്രിപ്റ്റ്സ് എഴുതാൻ വേണ്ടിയിട്ട്, സർവർ സൈഡ് സ്ക്രിപ്റ്റ്സ് എഴുതാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ സംഭവങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടാണ് ജാവ FX എഡിഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ. Application written for the Java FX platform can include link to Java programming language classes,
ആൻഡ് മേ ബി ക്ലയൻസ് ഓഫ് ജാവ ഈ എൻ്റർപ്രൈസ് എഡിഷൻ പ്ലാറ്റ്ഫോം സർവീസ്. അതായത് FX എഡിഷനിൽ എല്ലാ എൻ്റർപ്രൈസ് എഡിഷനിലത്തെ ഫീച്ചേഴ്സും മറ്റേതും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും അതിൻ്റെ ക്ലാസ്സസും എല്ലാം ഇൻഹെറിറ്റ് ചെയ്തിട്ട് നമുക്ക് FX എഡിഷനിൽ അതുണ്ടാവും. ഓക്കെ, ഇനി ജാവ ഇൻസ്റ്റാളേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതിൽ ഇതൊന്നും എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളല്ല, ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അതായത് JDK ഡൗൺലോഡ് ചെയ്യണം. അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള JDK എന്ന് പറയുന്നത് 22 ആണെന്ന് തോന്നുന്നു. അത് ഈ സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് പാത്ത് ആഡ് ചെയ്യണം. നമ്മൾ സിസ്റ്റം വേരിയബിൾസിൽ പോയി എൻവയോൺമെൻറ്റ് വേരിയബിൾസിൽ പോയി പാത്ത് ആഡ് ചെയ്യുക. പാത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു IDE വേണം. അതായത് എക്ലിപ്സ് IDE എന്ന് എല്ലാവരും പ്രിഫർ ചെയ്യൽ. ഇതിൽ ഇവർ പറഞ്ഞിട്ടുള്ളത് എക്ലിപ്സ് അല്ല, IntelliJ IDE ആണ് എല്ലാവരും ജാവ ഡെവലപ്മെൻറ്റിന് യൂസ് ചെയ്യൽ. എക്ലിപ്സും വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം. ഒരു വിഷ്വൽ സ്റ്റുഡിയോ ആണെങ്കിൽ അതും യൂസ് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് SDK ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു JDK ചോദിക്കുക ഏതാണ് വേണ്ടതെന്ന്, സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുക. അതിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം ഉണ്ടാവും, അതങ്ങ് റൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഇപ്പോൾ ഇവിടെ ഹലോ എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹലോ നമുക്ക് പ്രിൻ്റ് ചെയ്തിട്ട് വരും. അപ്പോൾ ജാവ 22 ആണെന്ന് തോന്നുന്നു പുതിയൊരു ഇത് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഈ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ഒഴിവാക്കിയിട്ട് വെറുതെ system.out.println എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു പ്രിൻ്റ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും. അതായത് സിമിലർ ടു പൈത്തൺ അതുപോലെ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഓക്കെ, താങ്ക് യു.